ഹായ് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ്. പതിവ് പോലെ തന്നെ ഇന്നും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ എനിക്കിന്നൊരു ലക്കിയാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. DR.ബee എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് മലപ്പുറക്കാർക്ക് ഒരു മുട്ടസൂചി കിട്ടുകയാണെങ്കിൽ ഒരു ആനനെ തന്നെ വാങ്ങിക്കൊടുക്കും. അതാണ് നമ്മുടെ പ്രകൃതം. അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് തന്നപ്പോൾ ആ കമ്പനിക്ക് തിരിച്ചെന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ സുഹൃത്തും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ മോഹിക്കുന്നതുമായ നമ്മുടെ ധോണിയാണ്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ധോണിയല്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ആ DR.beeയുടെ അടിപൊളി വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ DR.beeയുടെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. കാണിച്ചു കൊടുക്കടാ നമ്മുടെ പ്രൊഡക്റ്റ് DR.bee. എന്ത് പ്രൊഡക്റ്റ് ഒന്ന് ഉറക്കെ പറയാൻ അതാണ് DR.bee. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ? നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പുട്ടാണ്. നിങ്ങൾക്ക് എന്താ? അങ്ങനെ പല എന്ത് പുട്ടാണ്? ചോക്ലേറ്റ് പുട്ടാ, മന്തിപുട്ട്. അങ്ങനെ പല ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി പുട്ട് വേണമെന്നാണ് നമ്മുടെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്താർക്ക്, അതുപോലെ നമ്മുടെ നാട്ടിലെ ചെക്കന്മാർക്ക്. കാരണം എന്താ, പുട്ട് കഴിക്കും ചെയ്യാം, ചെന്നിട്ട് ചെങ്ങായിമാരൊപ്പം തള്ളും ചെയ്യാം. നമ്മൾ ഇന്ന് ആ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വളർച്ചയുടെ പിന്നിൽ ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ ഉണ്ടാവും. അതിൽപ്പെട്ട കുട്ടികളാണ്, ചങ്ക് ബ്രോസാണ്. നമ്മളൊരു ഫുട്ബോളിൻ്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചെക്കന്മാരൊപ്പമാണ്. എന്ത് പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? DR.beeയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എടുക്കടാ. ഇവരുടെ കൂടെ തന്നെ നമ്മളിത് അൺബോക്സ് ചെയ്യാന്ന് കരുതിയിട്ടാണ്. കാരണം കണ്ടില്ല, DR.bee എന്നൊരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇത് പിടിക്കേ അയവാ. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാതാ. ഫസ്റ്റ് നമുക്ക് അയവാ അനീസ് കോoliyodan മുള്ളമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ നമുക്കൊരു ലെറ്റർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. DR.bee എന്ന് പറഞ്ഞിട്ട് ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു, പ്രിയരെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ഭക്ഷണം തന്നെയാണ് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ നിദാനം, മായങ്ങളടങ്ങിയതും അനാരോഗ്യമായ, അങ്ങനെ കുറേ ഉണ്ട്. അതൊന്നും തീർത്ത് വായിക്കുന്നില്ല. ഈ സംരംഭത്തിൽ താങ്കളുടെ സർവ്വകമായ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം DR.bee സാർ. അതായത് നമ്മുടെ കോട്ടക്കൽ അൽമാസിലെ DR.bee സാർ ഒരു പ്രൊഡക്റ്റും കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലെറ്റർ ഞാൻ കാണിച്ചെന്ന്. അടുത്തത് ഇതെന്താടാ? ഇതെന്താ വായിക്കുക? എന്ത് ഉറക്കം വായിക്കാൻ പറയാ? ബിരിയാണി പുട്ട്. അതായത് നമ്മൾ തലേന്നത്തെ ബിരിയാണീൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ അത് പുട്ടിലിട്ട് കുഴച്ച് ഒരു പപ്പടമൊക്കെ ഇട്ടാണ് കുഴച്ച് കഴിച്ചു നോക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അവേ അതേമാതിരി ആ ഒരു ആഗ്രഹം, അതായത് കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഒരു കമ്പനി ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ കുട്ടികളാണ് വീട്ടിൽ വാശി പിടിക്കുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കണം ഇത് വാങ്ങിക്കൊടുക്കുന്നത് തയ്യാറാവുന്നത്. കാരണം അതാണല്ലോ. അപ്പോൾ ഇതാണ് ബിരിയാണി പുട്ടുപൊടി. കണ്ടില്ല നിങ്ങൾ? ബിരിയാണി പുട്ടുപൊടി. അപ്പോൾ ഈ ബിരിയാണി പുട്ടുപൊടി നമ്മുടെ ചങ്ക് ബ്രോക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇതാ ബിരിയാണി പുട്ട്. വാ എന്നാ വാങ്ങിച്ചോ. നമ്മുടെ DR.beeയുടെ ബിരിയാണി പുട്ടുപൊടിയാണ് ഫസ്റ്റ് അതിൽ ഉള്ളത്. പിന്നെ സെക്കൻഡ് കണ്ടില്ലേ? ചോക്ലേറ്റ് പുട്ടുപൊടി. DR.beeയുടെ ചോക്ലേറ്റ് പുട്ടുപൊടിയാണ്. DR.beeയുടെ ചോക്ലേറ്റ് പുട്ടുപൊടി കണ്ടില്ലേ? ചോക്ലേറ്റ് പുട്ടുപൊടി. ഇതാ ചോക്ലേറ്റ് പുട്ടുപൊടി. നമ്മുടെ CM ഡെക്കറേഷൻ MD ചോക്ലേറ്റ് ആള് മാറി. ചോക്ലേറ്റ് പുട്ടുപൊടിയാണ് അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാ നോർമൽ നുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് പൗഡറാണ്. ഇത് നമ്മൾ കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ? ഇനി അടുത്തതാ സ്റ്റീം പുട്ടുപൊടി. അതായത് നോർമലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീം പുട്ടുപൊടിയാണ്. അത് DR.beeയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത് നമ്മൾ കൊടുക്കുകയാണ്. ഇതാ DR.bee. അപ്പോൾ അടുത്തതാണ് ഇതിലെ സ്പെഷ്യല്. കാരണം ബീഫ് മട്ടൺ വെജിറ്റേറിയൻ പുട്ടുപൊടി എന്നൊരു പ്രൊഡക്റ്റാണ് DR.beeയുടെ. കണ്ടില്ലേ? DR.beeയുടെ വെജിറ്റേറിയൻ പുട്ട് അത് നമ്മൾ കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ചങ്ങായിമാരെ, എന്താ നിങ്ങൾക്ക് ചോക്ലേറ്റ് പുട്ടുപൊടി? ഞങ്ങൾ ചോക്ലേറ്റ് പുട്ടുപൊടി
ചോക്ലേറ്റ് പുട്ട് കഴിച്ചിട്ടുണ്ട് നിങ്ങള്? കഴിച്ചിട്ടുണ്ടോ? രാഗിന്റെ പുട്ടല്ല, ചോക്ലേറ്റിന്റെ പുട്ട് കൂടി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇത് വെജിറ്റേറിയൻ പുട്ട് കൂടി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കഴിച്ചിട്ടുണ്ടോ? അതിലേറെ ഉപരി ബിരിയാണി പുട്ട് കഴിച്ചിട്ടുണ്ട്. കഴിച്ചിക്കണോ? ബിരിയാണി പുട്ടോ? അതെ, തലേന്ന് ഉമ്മ പിന്നെ മസാല തള്ളാണ് ഇത്? അല്ല. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ആണോ? അതാണ്. അപ്പൊ ബിരിയാണി പുട്ടുപൊടി മാത്രമല്ല, ചോക്ലേറ്റ് പുട്ടുപൊടി മാത്രമല്ല, വെജിറ്റേറിയൻ പുട്ടുപൊടി മാത്രമല്ല, സകല ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, പൈനാപ്പിളിന്റെ പിക്കിളും ഉണ്ട്. അപ്പൊ ചെങ്ങന്മാരാ, ഇന്ന് മുതൽ ഇത് കൊണ്ടുപോയി നോക്കിയിട്ട് വീട്ടിൽ എന്താ നിങ്ങൾ അഭിപ്രായം പറയില്ലേ? DR.ബee വാങ്ങണമെന്ന് വാപ്പാന്റെ കയ്യുമ്പോ പിടിച്ചിട്ട് വാശി പിടിക്കൂലേ? അപ്പൊ മക്കളെ, വെറുതെ പറയല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാണ്. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് ശേഷം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ചോക്ലേറ്റ് പുട്ട്, ബിരിയാണി പുട്ട്, വെജിറ്റേറിയൻ പുട്ട്, അങ്ങനെ വേണ്ട സകലവാദി പുട്ടുപൊടികളും ഉണ്ട് കേട്ടോ. പുട്ടുപൊടി മാത്രമല്ല, ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ചോക്ലേറ്റിൻ്റെ പുട്ട്, അതേമാതിരി ബിരിയാണി പുട്ട്, പിന്നെ എന്ത് പുട്ടാണ്? ചോക്ലേറ്റ് പുട്ട്, ബിരിയാണി പുട്ട്, ഗോതമ്പ് പുട്ട്, അല്ല അരിപ്പൊടി പുട്ട്, പലപൊടി പുട്ടുണ്ട്, അങ്ങനെ പലജാതി പുട്ടുണ്ട്. എങ്ങനെ പുട്ട്? അപ്പൊ ചെങ്ങന്മാരെ, ഞമ്മക്കൊന്ന് സപ്പോർട്ട് ചെയ്യല്ലേ DR.ബീയെ? സപ്പോർട്ട് ചെയ്യല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ആവേശത്തോടു കൂടി ആയെടുക്കങ്ങന്മാരെ. അതായത് നമ്മൾ അൺബോക്സ് ചെയ്ത സാധനങ്ങൾ, ചോക്ലേറ്റ് പുട്ട്, ഇതൊക്കെ നമ്മുടെ ചെക്കന്മാർക്ക്, കാരണം ഇവരിൽ നിന്നാണ് വളർന്നു വരേണ്ട ഒരു കമ്പനി കേട്ടോ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറുതായിട്ട് തുടങ്ങി വലുതായിട്ട് ഉയരങ്ങളിൽ എത്തട്ടെ നമ്മളൊന്ന് വിഷ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കബീർ സാറൊക്കെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഈ ഒരു DR.ബീയുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇന്ന് എന്താ പറയാ, അങ്ങോട്ട് കത്തി തെളിയട്ടല്ലേ? പവർ ആവട്ടെ. അതാണ് ഞങ്ങളുടെ മലപ്പുറത്തുകാർ. ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ ഞങ്ങൾ കൊട്ടക്കണക്കിന് അങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ, നമ്മുടെ അനീസ് കോളിയോdan എന്ന യൂട്യൂബ് ചാനലിൽ ഗിഫ്റ്റ് തരാൻ കാണിച്ച ആ ഒരു മനസ്സിനും, അതുപോലെ തന്നെ മറ്റെല്ലാത്തിനും ഉപരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല കേട്ടോ, ഈ ബിരിയാണി പുട്ടും ചോക്ലേറ്റ് പുട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചെക്കന്മാരിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കൂല നിങ്ങളെ? ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇതാ കണ്ടില്ല നിങ്ങൾ? www.DR.bee.in അതാണ് മെയിൽ ഐ ഡി. DR.bee.in എന്ന് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡിയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് മിന്നിച്ചേക്കോട്ടോ. മിന്നിക്കൂല? അപ്പോൾ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ടീംസിനൊപ്പം നിങ്ങൾ പറയും കുട്ടികളൊപ്പമാണോ ചങ്ക് സബ്സ്ക്രൈബേഴ്സ്? ഇത്ര പോകുന്ന കുട്ടികൾ മുതൽ വയസ്സ് വന്ന കാരണവന്മാർ വരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് DR.ബീയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ പുട്ടുപൊടിയാണ് ബെസ്റ്റ് എന്ന് നമ്മുടെ ചെക്കന്മാർ പറയുന്നു. കാണിച്ചു കൊടുക്കടാ പുട്ടുപൊടി. അതായത് DR.ബീയുടെ പുട്ടുപൊടി. ഇതേതാ പുട്ട്? ചോക്ലേറ്റ് പുട്ട്. ഇതേതാ പുട്ട്? ബിരിയാണി പുട്ട്. ഇതേതാ പുട്ട്? ഇങ്ങനെ കാണിച്ചു കൊടുക്കടാ. ഓൻ ആവേശത്തോടു കൂടി. സ്റ്റീം പുട്ടാണ്. ഇതേതാ പുട്ട്? ഗോതമ്പ് പുട്ട് കേട്ടോ. ഗോതമ്പ് പുട്ട്. നമ്മൾ ചെക്കൻ ഗോതമ്പ് പുട്ട് കൊണ്ട് രാവിലെ തള്ളൂട്ടിച്ച്. ഇതേരാ? ഇത് റൈസ് പൗഡർ. അതൊപ്പം നമ്മുടെ ചങ്ക് ബ്രോ DR.ബീയുടെ കട്ട ഫാനാട്ടോ. അപ്പൊ ഈ DR.ബീയുടെ കമ്പനിക്കാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളെ കട്ട ഫാൻ. ഇവൻ പറഞ്ഞൊരു വർത്താനുണ്ട്. ഇതേതാ പുട്ട് വെച്ചാൽ ഞാൻ പുട്ട്. അപ്പോൾ അടുത്ത എന്താ പറയാ, അപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരല്ലടാ. അതാണ് നമ്മൾ ഗിഫ്റ്റ് തന്ന കമ്പനിക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. കമ്പനി ഉയരത്തിൽ എത്തുമ്പോൾ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ നിങ്ങൾ മറക്കാൻ പാടില്ല. മറക്കാൻ വേണ്ടോ? എങ്ങനെ പറഞ്ഞോ? ഒരു കമന്റ് പറയാണ്ട്. കാരണം അതാണ് ഇതിന്റെ വലിയ പുട്ട്. ഇനി കൂടുതൽ പുട്ട് ഇറക്കട്ടെ എന്നാണ് ഇവരെല്ലാരും പറയുന്നത് കേട്ടോ. അപ്പോൾ DR.ബീയുടെ ഒരു പുട്ടുപൊടിക്കൊപ്പം അനീസ് കോളിയോഡനും ഞങ്ങളുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും